ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് ബിനിഅമതിഹി തത്തിമുസ് സാലിഹാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله واستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിൻ്റെ 1/3 പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. റമദാനിൻ്റെ രാവും പകലും ദിനരാത്രങ്ങൾ എല്ലാ ദിവസവും മഹത്തരമായ ദിനങ്ങളാണ്. എന്നാൽ അതിലേറ്റവും ശ്രേഷ്ഠകരമായ ദിനങ്ങളാണ് റമദാനിൻ്റെ അവസാന ഭാഗങ്ങൾ. നമ്മളിൽ പലരും, അല്ലെങ്കിൽ നമ്മളൊക്കെ പലപ്പോഴും ഒരാരംഭ ശൂരത്വം കാണിക്കുകയും പിന്നെ റമദാൻ ഒരു പകുതിയൊക്കെ ആകുന്നതോടുകൂടി ആദ്യം തീരുമാനിച്ച തീരുമാനങ്ങളും നിഷ്ഠകളുമൊക്കെ വെടിഞ്ഞു പോകാറുണ്ട്. അതിൽ നമുക്ക് ജാഗ്രതയുണ്ടാവണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ച തമ്പുരാൻ ആതിഥേയനും നമ്മളൊക്കെ അതിഥികളുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഒരു സൽക്കാരമാണ്, വേണമെങ്കിൽ ഒരു തക്കാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ നുസുലാണ് എന്നാണ് സൽക്കാരം. അതിഥികളെ വിരുന്നുകൂട്ടുകയാണ് അള്ളാഹു. അള്ളാഹു നമ്മളെയൊക്കെ ക്ഷണിച്ചിരിക്കുകയാണ്. ആതിഥേയൻ അള്ളാഹു, വിരുന്നുകാർ നമ്മളും. ഈ വിരുന്നിലെ വിഭവങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള മഅ്ഫിറത്താണ്, ഇത്ഖും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള വിമോചനമാണ്, സ്വർഗപ്രവേശനമാണ്. അപ്പം ആ വിരുന്ന് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അനുഭവിക്കുവാൻ, ആസ്വദിക്കുവാൻ നമ്മളൊക്കെ മത്സരിച്ച് മുന്നേറുക. വല്ലാത്തൊരു സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലോകത്ത് ഇന്ന് പുലരുമ്പോൾ നമ്മൾ കേൾക്കുന്ന വർത്തമാനങ്ങൾ, ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വം, ഇസ്രായേൽ എന്നല്ല എല്ലാ സാമ്രാജ്യത്വ ശക്തികളും അവരെ ഒരുമിച്ച് നിന്ന് മുസ്ലിം ലോകത്തെ പങ്കിട്ടെടുക്കുകയാണ്. ഇസ്രായേലിൻ്റെ സ്വപ്ന പദ്ധതി നടപ്പിലാക്കാൻ തടസ്സമായി നിൽക്കുന്നവരെ ഓരോന്നോരോന്നായിട്ട് അവർ
ഗൂഢമായ പദ്ധതികളിലൂടെ നിഷ്കാസനം ചെയ്യാൻ ശ്രമിക്കുകയാണ്. നേരത്തെ ഇറാഖിന് സംഭവിച്ചത്, അതുപോലെ സിറിയക്കുണ്ടായത്, ഇപ്പോൾ ഇറാനിൻ്റെ നേരെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ ഇസ്രായേലിൻ്റെ സ്വപ്ന പദ്ധതിയിലേക്കുള്ള നടത്തമാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. പടച്ചതമ്പുരാൻ ഇതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്ന് നമ്മൾ കണ്ടറിയേണ്ടുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ താന്തോന്നിത്വവും ധിക്കാരവും എല്ലാ ലോക നിയമങ്ങളെയും ലംഘിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പോയിട്ട് എല്ലാം കരാറുകളെയും വിസ്മരിച്ചുകൊണ്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പിന്തുണയോടുകൂടി അല്ല അവർ രണ്ടു കൂട്ടരും, ഇനിയിപ്പോൾ ബ്രിട്ടനും ഞാനുണ്ട് എന്ന് പറഞ്ഞു വന്നിരിക്കുകയാണ്. അവർ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂത്താട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ എപ്സ്റ്റീൻ വെളിപ്പെടുത്തലുകളിലൂടെ വന്നിട്ടുള്ളത്. മഹാതോന്നിവാസവും താന്തോന്നിത്വവും കൂത്താട്ടവും, ഇവരാണ് ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവർ. കൊച്ചു പെൺകുട്ടികളെ അവരെ പീഡിപ്പിക്കുക, താന്തോന്നിത്വം തോന്നിവാസം കാണിക്കുക, കൂത്താടുക, ഇതിനൊക്കെ ഒരു അതിരുണ്ടാകും. ലാ യഗുറന്നക തകല്ലുബുല്ലദീന കഫറു ഫിൽ ബിലാദ് മതാഉൻ ഖലീൽ സുമ്മ മഅവാഹും ജഹന്നം. നിഷേധികളുടെ, ദൈവധിക്കാരികളുടെ അവരുടെ കൂത്താട്ടം, അതാണ് തകല്ലുബ്. അത് താങ്കളെ ഒരിക്കലും വഞ്ചിക്കരുത്. ഇത് കുറഞ്ഞ ഒരു സമയത്തേക്കുള്ളതാണ്. സമയത്തിൻ്റെ തീരുമാനം അള്ളാഹുവിൻ്റെ അടുത്താണ്. വകദാലിക ജഅൽനാ ഫീ കുല്ലി ഖറിയത്തിൻ അകാബിറ മുജ്രിമീഹാ ലിയംകുറൂ ഫീഹാ വമാ യംകുറൂന ഇല്ലാ ബിഅൻഫുസിഹിം വമാ യശ്ഉറൂൻ. വകദാലിക ജഅൽനാ ഫീ കുല്ലി ഖറിയത്തിൻ, എല്ലാ രാജ്യങ്ങളിലും പടച്ചതമ്പുരാന്റെ ശിക്ഷക്കർഹരായിത്തീരുന്ന എല്ലാ നാടുകളിലും രാജ്യങ്ങളിലും അതിലെ കൊടും കുറ്റവാളികളെ നമ്മൾ അധികാരത്തിൻ്റെ ശിരാകേന്ദ്രങ്ങളിൽ കൊണ്ടുവരും. അഖാബിറ മുജ്രിമീഹ, കൊടും കുറ്റവാളികൾ അതിൻ്റെ തലപ്പത്ത് വരും. ലിയംകുറൂ ഫീഹ, എന്നിട്ട് അവര് പലതരത്തിലുള്ള ഗൂഢപദ്ധതികൾ ആവിഷ്കരിക്കും. വമാ യംകുറൂന ഇല്ലാ ബി അൻഫുസിഹിം, അന്തിമമായിട്ട് അവരുടെ ഗൂഢപദ്ധതി അവർക്ക് തന്നെ എതിരായിരിക്കും. വമാ യശ്ഉറൂൻ, അവർ കാര്യങ്ങളെ മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ പടച്ചതമ്പുരാന്റെ പ്രഖ്യാപനങ്ങളാണ്. ഇസ്തിക്ബാറൻ ഫിൽ അർദ് വമക്റ സയ്യ് വലാ യഹീഖുൽ മക്റു സയ്യ് ഇല്ലാ ബിഅഹ്ലി വഹൽ യൻദുറൂന ഇല്ലാ സുന്നത്തൽ അവ്വലീൻ ഫലൻ തജിദ ലിസുന്നത്തില്ലാഹി തഅ്വീല വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. സൂറത്തുൽ ഫാത്തിറയിൽ കടുത്ത അഹങ്കാരികളായിക്കൊണ്ട് വളരെ ഗൂഢമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഭൂമിയിൽ ധിക്കാരം പ്രവർത്തിക്കുന്നവർ. എന്നിട്ട് അല്ലാഹ് പറയാ, വലാ യഹീഖുൽ മക്റു സയ്യ് ഇല്ലാ ബിഅഹ്ലി, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢപദ്ധതികൾ അന്തിമമായിട്ട് അതിൻ്റെ വക്താക്കൾക്കു തന്നെ തിരിച്ചടിക്കും. ഫഹൽ യൻദുറൂന ഇല്ലാ സുന്നത്തൽ അവ്വലീൻ, അവരെന്താണ് കാത്തിരിക്കുന്നത്? ഇതിനു മുമ്പ് ഇതുപോലുള്ള ഒട്ടനവധി ധിക്കാരികൾ കടന്നുപോയിട്ടുണ്ട്. ചരിത്രത്തിൽ ധാരാളമായിട്ടവരുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമ്മുടെയൊക്കെ ഓർമ്മകളിൽ, പ്രാർത്ഥനകളിൽ പടച്ചതമ്പുരാനോട് കൈമലർത്തുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു സഹായത്തിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥന തീർച്ചയായിട്ടും നമ്മൾ വിസ്മരിച്ചു പോകരുത്. പറയുന്നത്
ലോകാടിസ്ഥാനത്തിൽ അതിൻ്റെ മാതൃക മൊസാദിൻ്റെത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ മൂപ്പര് തന്നെ തുറന്നു പറയാണ് ഫാദർലാൻഡ് അതാണ്. ഏതൊരു ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്? ഫലസ്തീനിനോടൊപ്പം ഇതിൻ്റെ രാഷ്ട്രപിതാവ്, ഇതിൻ്റെ പാരമ്പര്യം, ഇതിൻ്റെ ചരിത്രം ഒക്കെ അതാണ്. നാം പ്രാർത്ഥിക്കുക. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, നൂറുസ് സമാവാതി വൽ അർദ്. പ്രാർത്ഥന ഒരു മുഅ്മിനിൻ്റെ കയ്യിലെ കരുത്തുറ്റായുധമാണ്. എല്ലാ മിസൈലുകൾക്കും അപ്പുറത്തുള്ള കരുത്ത് അതിനുണ്ട്. അത് ആകാശഭൂമികളുടെ പ്രകാശമാണ്. ഭൂമിയിൽ പരീക്ഷണങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, വെല്ലുവിളികളുണ്ടാകും. അല്ലെങ്കിലും ഫലസ്തീനിന് അനുകൂലമായിട്ട് നിൽക്കുകയും അതിനുവേണ്ടി വളരെ ശക്തിയായിട്ട് ശബ്ദിക്കുകയും ഗസക്കാരുടെ നിലവിളികൾ ശ്രദ്ധിക്കുകയും അവരോടൊപ്പം ചേർന്നു നിൽക്കുകയും ചെയ്ത ഒരു 86കാരന് പടച്ചതമ്പുരാന് സമ്മാനിക്കാനുള്ളത് ഷഹാദത്തല്ലാതെ മറ്റെന്താണ്? നമ്മൾ കടക്കണ പായി കടന്ന് മരിച്ചാൽ എന്ത് നേടാനാണ്? അപ്പം അതൊരു വലിയ അനുഗ്രഹമാണ്. 86 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞു. ഏതായിരുന്നാലും മരിക്കും. ആ മരണം ഷഹാദത്തായി തീരുക എന്നത് വളരെ വലിയ ഒരു അനുഗ്രഹമാണ്. റമളാൻ പ്രിയമുള്ളവരെ നമുക്കൊരു പാഠശാലയാണ്. നമ്മളെ അല്ലാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരാക്കി, ദാസികളാക്കി, മുത്തഖീങ്ങളാക്കി, മുഹ്സിനീങ്ങളാക്കി മാറ്റിയെടുക്കുന്ന ഒരു പാഠശാലയാണ് റമളാൻ. ഒരു തർബിയത്ത് മാസമാണ്. നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുന്ന ഒരു നല്ല സന്ദർഭമാണ് റമളാൻ. നോമ്പ് അതിനു വേണ്ടിയിട്ടുള്ളതാണ്. നോമ്പിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഇമാം ഗസാലി റഹ്മഹുല്ല നോമ്പിൻ്റെ 3 മർത്തബകളെപ്പറ്റി പറഞ്ഞു. അതൊന്ന് സൗമുൽ ഉമൂമാണ്. സാധാരണ എല്ലാവരും നോമ്പ് എന്ന് പറയാൻ എന്ത് വേണോ അത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ, കാമവികാരങ്ങൾ, അതിൻ്റെ നിയന്ത്രണം. അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞ് സൗമുൽ ഉമൂം, ഒരു 50% പാസുമാർക്കൊക്കെ കിട്ടണ നോമ്പ്. പിന്നെ അദ്ദേഹം പറഞ്ഞു സൗമുൽ ഹുസൂസ്. സൗമുൽ ഹുസൂസ്, സൗമുൽ ഹുസൂസ് എന്ന് പറഞ്ഞാൽ എ ഗ്രേഡ് നോമ്പ്. എ ഗ്രേഡ് നോമ്പ്, എ ഗ്രേഡ് നോമ്പ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ മസ്തിഷ്കം പങ്കാളിയാവുന്നുണ്ട്. ചിന്തകൾ, വിചാരവികാരങ്ങൾ, അതിൽ നമ്മുടെ കാത് പങ്കാളിയാകുന്നുണ്ട്. കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുകയില്ല, അല്ലെങ്കിൽ കേൾക്കാൻ പാടില്ലാത്തതോ കേൾക്കാൻ നിന്നുകൊടുക്കുകയില്ല. അങ്ങനെ പറയാം. ചെവി രണ്ടും തുറന്നിട്ടുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കേൾക്കാൻ പാടില്ലാത്തത് കേട്ടു എന്ന് വരും, പക്ഷെ അതിന് നിന്നുകൊടുക്കുകയില്ല. പിന്നെ കണ്ണ് കാണാൻ പാടില്ലാത്തത് കാണില്ല, കയ്യ് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യില്ല, നല്ലതേ ചെയ്യൂ. കാല് അള്ളാഹു വിലക്കിയ ഒന്നിലേക്ക് സഞ്ചരിക്കും. ഇങ്ങനെ മുഴുവൻ അവയവങ്ങളും പങ്കാളിയായി തീരുന്ന നോമ്പ്. ആദ്യം പറഞ്ഞതിനോടൊപ്പം പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ, കാമവികാരങ്ങൾ, ഇതിൻ്റെയൊക്കെ നിയന്ത്രണത്തോടൊപ്പം ഇതൊക്കെ പങ്കാളിയായി തീർന്ന നോമ്പ്. അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് എ ഗ്രേഡ് നോമ്പ് എന്ന്. പിന്നെ പറഞ്ഞു സൗമ ഖുസൂസുൽ ഖുസൂസ്, A+ നോമ്പ്, 90ന്റെ മേലെ, ചിലർക്കൊക്കെ 100. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉള്ളതിനോടൊപ്പം ഈ പറഞ്ഞ ഗ്രേഡിൽ എത്തലെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇയാളുടെ മനസ്സെപ്പോഴും പിടച്ചുകൊണ്ടിരിക്കും. പടച്ചോൻ എൻ്റെ നോമ്പ്, ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്.
പക്ഷെ നീ സ്വീകരിക്കുന്നതിൽ അത് പെട്ടോ? ഇങ്ങനെയുള്ള ഒരു വികാരം അയാൾ അങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ അയാൾ അനുവദനീയമായ കാര്യങ്ങൾ, നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ ഭക്ഷണം കഴിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല, കഴിക്കണം. നോമ്പ് ഭക്ഷണം കഴിക്കാതെ 4 ദിവസം ഒപ്പം നോമ്പ് വെക്കാൻ പാടില്ല. അപ്പോൾ അതേ സമയത്ത് അവിടെയും ഒരു നിയന്ത്രണം. ഇത് കണ്ടമാനം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഖിയാമുൽ ലൈലിക്ക് തടസ്സമാകും. രാത്രി നിസ്കരിക്കാൻ പറ്റൂല, പ്രാർത്ഥനകളിൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടുകയില്ല. ഇങ്ങനെയൊക്കെയുള്ള അസ്വാസ്ഥ്യം, ഒരു ചിന്ത അയാളങ്ങനെ നയിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിലും അയാൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. പിടയുന്ന മനസ്സിന്റെ ഉടമ. അതാണ് A+ നോമ്പ് എന്ന് പറഞ്ഞത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടക്കുക. പട്ടിണി സമം നോമ്പല്ലല്ലോ, നമുക്കതറിയാം. നോമ്പ് സമം പട്ടിണിയുമല്ല. നോമ്പിൽ പട്ടിണിയുണ്ട്, ദാഹം സഹിക്കലുണ്ട്, വിശപ്പ് സഹിക്കലുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ എല്ലാ പട്ടിണിയും നോമ്പല്ല. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇതിൻ്റെ ഒരു അച്ചടക്കം പാലിക്കാത്ത നോമ്പിനെ പറ്റി പറഞ്ഞത്, എത്രയെത്ര നോമ്പുകാരുണ്ട്. കമ്മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലല്ലാ. പട്ടിണി കടന്നു, വെറുതെ വിശന്നു, വെറുതെ ദാഹിച്ചു, ഇതേ അവർക്കുള്ളൂ. എത്രയെത്ര നിന്ന് നിസ്കരിക്കുന്ന ആളുകളുണ്ട്. വകമ്മിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. ഉറക്കം പോയി എന്നല്ലാതെ വേറെ കാര്യമൊന്നും കിട്ടിയില്ല. ഇപ്പൊ ജീവിതത്തിൽ അത് പരിവർത്തനങ്ങൾ ഉണ്ടാക്കണം. നമ്മുടെ സ്വഭാവചര്യകളിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കണം. മൊത്തം ഇസ്ലാമിനെ പറ്റി 2 തലക്കെട്ടിൽ പറയാമെങ്കിൽ അതിലൊന്ന് ഹുഖൂഖുള്ള, അള്ളാഹുവുമായി ബന്ധപ്പെട്ട കടപ്പാടുകളും ബാധ്യതകളും ഒക്കെയാണ്. രണ്ടാമത്തത് ഹുഖൂഖുൽ ഇബാദ്, മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യരായിട്ട് ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ആയിട്ട്, മാതാപിതാക്കളാവാം, മക്കളാകാം, ഇണതുണകളാകാം, അയൽക്കാരാവാം, നാട്ടുകാരാകാം, ആദർശ ബന്ധുക്കളാകാം, ആദർശ ശത്രുക്കളാകാം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട ഹുഖൂഖ്. വേറെ ചില ആളുകൾ ഒരു ഹുഖൂഖും കൂടി കൂട്ടത്ത് പറഞ്ഞു കാണുന്നുണ്ട്. ഇത് തന്നെ പോടും ശരിക്കത്. അത് ഹുഖൂഖുൽ കൗൻ, പ്രപഞ്ചത്തോടുള്ള, പ്രകൃതിയോടുള്ള മനുഷ്യന്റെ കടപ്പാടുകൾ. ഇതാണ് ദീൻ. ദീൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ അഖ്ലാഖ്, സ്വഭാവചര്യകളെ ഉത്തമമാക്കിയെടുക്കുക, ഉത്കൃഷ്ടമാക്കിയെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ഡ്യൂട്ടിയാണ്. ഇപ്പൊ നോമ്പിലൂടെ നമുക്ക് സാധിക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, എന്തൊക്കെയാണ് എൻ്റെ കുറവുകൾ, എൻ്റെ സ്വഭാവത്തിലുള്ള കുറവുകൾ, എനിക്ക് എന്തൊക്കെ തകരാറുണ്ട്, അതാദ്യം ആരോടാ ചോദിക്കാൻ നല്ലത്? ആരോടാ? നമ്മളോട് തന്നെ. ഇവർ പറയേണ്ടത് നമ്മളോട് തന്നെ ചോദിക്കുക, എന്താ എൻ്റെ കുറവ്. പിന്നെ ചോദിക്കാൻ നല്ലത് നമ്മളുടെ ഇണതുണകളോട്, മാതാപിതാക്കളോട്, മക്കളോട്. ഇപ്പൊ ഉഷാറായിട്ട് പറഞ്ഞു തരും. പേരക്കുട്ടികളെ വിളിച്ചിട്ട് തിരിച്ചു ചോദിച്ചാൽ മതി. ഒരു നന്നായിട്ട് പറഞ്ഞുതരും. ഇപ്പപ്പ എങ്ങനെ ഉണ്ട് ചോദിച്ചാൽ എന്താ നമ്മളെ പ്ലസ് മൈനസ് ഒക്കെ ഒരു സവിസ്തരം പറഞ്ഞു തരും. അപ്പൊ ഇങ്ങനെ കണ്ടെത്തുന്ന കാര്യങ്ങളെ അണ്ടർലൈൻ ചെയ്തിട്ട് അതിനെ നമ്മൾ തിരുത്താൻ ശ്രമിക്കുക. അപ്പൊ അത് തിരുത്തുക എന്നത് നോമ്പിന്റെ പണിയിൽപ്പെട്ടതാണ്. ചിലപ്പോ നമ്മൾ സാധാരണഗതിയിൽ പട്ടിണി കിടക്കുകയാണ്, ദാഹം സഹിക്കുകയാണ്, വിശന്ന് പോവുകയാണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ദേഷ്യം കൂടും. ഒരാളെ പട്ടിണി കിടന്നിട്ട് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അയാൾക്ക് ദേഷ്യം കൂടാൻ സാധ്യതയുണ്ട്. പക്ഷെ നോമ്പ് പറ്റാൻ പറ്റൂല. നോമ്പാണെങ്കിൽ ദേഷ്യം കൂടുതലുണ്ടാകാൻ പറ്റില്ല. നമ്മൾ തന്നെ ചില ആളുകളെ പറ്റി പറയും, അല്ലെങ്കിൽ നമ്മളെപ്പറ്റി പറയും. ചിലപ്പോൾ ചില ആൾക്കാരെ പറ്റി പറയും, അയാൾ കുഴപ്പമില്ല, നല്ല മനുഷ്യനാണ്,
എല്ലാ നല്ല കാര്യങ്ങൾക്കും മൂപ്പര് നല്ല സാമ്പത്തികമായിട്ട് ചിലവഴിക്കും. അതുപോലെ അദ്ദേഹം നിസ്കാരത്തിനൊക്കെ കൃത്യമായിട്ടുണ്ട്. പക്ഷെ മൂപ്പർക്കൊരു എടുത്തുചാട്ടുണ്ട്. അത് സാരല്ല, എടുത്തുചാട്ടുണ്ട്, ഒരു മുൻകോപമുണ്ട്. നമ്മൾ പറയും അത് സാരല്ല, അത് നല്ലത് തന്നെ കേട്ടോ. വേറൊരാളുകളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ വിലയിരുത്തുമ്പോൾ അവരുടെ പ്ലസ് നമ്മൾ കണ്ടുകൊണ്ട് ബാക്കിയുള്ളതിനെ നമുക്ക് പരിഹരിക്കാൻ കഴിയുക എന്നുള്ളത് നല്ല സ്വഭാവമാണ്. അയാൾക്ക് ഇന്ന പ്ലസ് ഉണ്ട്, അയാളിൽ ഇന്ന മൈനസ് ഉണ്ട്. പക്ഷെ നമ്മളെ കാര്യമാകുമ്പോൾ അങ്ങനെ പറ്റൂല. എനിക്ക് അങ്ങനെ ഉണ്ട്, എന്നോട് നിങ്ങൾ അങ്ങനെ വർത്താനം പറയാനൊന്നും വരണ്ട. ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് നോമ്പായാൽ കുറച്ച് ചൂടാവും, ഞാൻ കുറച്ച് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് എടുത്തിയാട്ടുണ്ട്. അത് പിന്നെ എനിക്ക് മാത്രമല്ല, എൻ്റെ ഉപ്പാക്കും ഉണ്ടായിരുന്നു, വല്യപ്പ വകയിലും ഉണ്ട്. അത് അങ്ങനെ മൊത്തം തറവാട്ട് വകയുള്ളതാണ് ഈ മുൻകോപം, ദേഷ്യം. അങ്ങനെയൊക്കെ ചില ആൾക്കാർ പറഞ്ഞു ഒപ്പിക്കാൻ നോക്കും. യഥാർത്ഥത്തിൽ അതൊരു ഡിഗ്രി ഒന്നുമല്ലല്ലോ. MI അബ്ദുൽ അസീസ് ബ്രാക്കറ്റിൽ മുൻകോപം എന്ന് വെച്ചാൽ MBBS എന്നൊക്കെ ഇതിനുമാതിരിയുള്ള ഒരു സംഗതി, എടുത്തുചാട്ടം എന്ന് എഴുതി വെച്ചാൽ അതൊരു സംഗതിയല്ലല്ലോ. അപ്പൊ അത് ഒരു ദൂഷ്യമാണ്, തിരുത്തപ്പെടേണ്ടുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അതിൻ്റെ നേരെ നമ്മൾ ഇടപെടുക, അതിനെ തിരുത്തുക. വേറൊരു തകരാറുണ്ട് എനിക്ക്. ഇടയ്ക്ക് ചിലപ്പോൾ തമാശക്ക് വേണ്ടിയിട്ട് ആളുകളെ കുത്തി നോവിപ്പിക്കും. ചില ആൾക്കാർക്ക് ഒരു ഹരാണ്. തമാശ പറയും, അതിൻ്റെ അടിയിൽ വേറൊരാളുടെ അഭിമാനത്തിന് നേരെ ആഞ്ഞടിക്കും. തമാശ പറയും, അതിൻ്റെ കൂടെ കളവ് പറയും. കളവ് തമാശ എന്നുള്ള തലക്കെട്ടിൽ അള്ളങ്ങോട്ട് കൂട്ടിക്കോട്ടെ എന്ന് നോക്കും. ഇപ്പൊ പൊതുവിൽ അതാണല്ലോ കലയും സാഹിത്യവും എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഇതിൽ കുറെ എല്ലാവരും ഇപ്പൊ യൂട്യൂബിൽ പലതരം കോമഡികൾ ഇങ്ങനെ വിടല്ലേ. പകുതി മുക്കാലും നോണ, ബാക്കി അർദ്ധ നോണ. അപ്പൊ ഇത് കണ്ട് ആസ്വദിക്കാൻ കുറെ ആളുകളും വിടുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന സഈമുൻ, ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാം, ഗ്യാരണ്ടി തരാം. എന്തിന് ഗ്യാരണ്ടി തരാം? സ്വർഗത്തിൽ നിങ്ങൾക്കൊരു വീട്, ബിബൈത്തിൻ ഫീ റബ്ദിൽ ജന്ന, സ്വർഗത്തിന്റെ ഓരത്ത് നിങ്ങൾക്കൊരു വീട് തരാം. എന്താ പറ്റുമോ? വേണ്ടേ? ഇതാർക്കും വേണം തോന്നണില്ലല്ലോ. കുഴങ്ങിട്ട എന്താ പറയണ്? ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിക്ക. വല്ലാത്തൊരു പഠിപ്പിക്കലാണ് പഠിപ്പിക്കുന്നത്. ലിമൻ തറക്കൽ മിറാഅ, കുതർക്കം ഉപേക്ഷിക്കുന്നവന്. ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിക്ക. അയാൾ ഇനി സത്യത്തിൽ തന്നെയാണെങ്കിലും ഈ തർക്കിക്കുന്നത് സത്യത്തിനു വേണ്ടിയാണ്. ഒരാളോട് ആശയ സംവാദമാകാം, സംസാരമാകാം, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ തർക്ക സ്വഭാവത്തിലേക്ക് മാറുകയാണ്. എന്നാ ശരി സാഹിബേ, ഞാൻ പിന്നെ കാണട്ടെ. എനിക്ക് അങ്ങനെ ഒരാളറിയാം. മൂപ്പര് കാര്യങ്ങൾ പറഞ്ഞാൽ എൻ്റെ എതിര് തർക്കമാകാൻ തോന്നിയ മൂപ്പര് എന്നാ ശരി സാഹിബേ, നമുക്ക് പിന്നെ കാണാൻ, എനിക്ക് വേറെ തിരക്കുണ്ട്. അതാണ് ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിക്ക. അയാൾ സത്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അതിന് നിൽക്കണ്ട. നിങ്ങൾക്ക് എന്നാലും സ്വർഗത്തിന്റെ ഓരത്തൊരു വീട്. വഅന സഈമുൻ ബിബൈത്തിൻ ഫീ വസ്തിൽ ജന്ന, സ്വർഗത്തിന്റെ ഒത്ത നടുക്കൊരു വീട് ഞങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് തരാം. ആരാ ഗ്യാരണ്ടി പറയുന്നത്? ആരാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലിമൻ തറക്കൽ കസിബ വഇൻ കാന മാസിയ, തമാശക്കാണെങ്കിലും കളവ് പറയാത്തവന്. നമ്മളൊക്കെ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും അത് പറയാത്തവന് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീട് തരാം. വബിബൈത്തിൻ ഫി അഗ്ലൽ ജന്ന, അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ഉണ്ടാവുക. സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ ഒരു വീട്, ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു വീട്. ലിമൻ ഹസ്സന ഖുലുഖഹു,
തൻ്റെ സ്വഭാവം നന്നാക്കിയവന്. സ്വഭാവം എന്ന് പറയുന്നത് നന്നാക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ്. നമ്മൾ തന്നെയാണ് തീരുമാനിക്കരുത് നന്നാവൂല എന്ന്. നമ്മളെപ്പറ്റി ആണ് തീരുമാനം എടുക്കരുത്, നന്നാവും എന്ന് തീരുമാനിക്കും. ഇപ്പം ചില ആളുകൾ പിന്നെ വളരെ അടുക്കും ചിട്ടിയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അവർ പിന്നെ പുസ്തകം മേശപ്പുറത്ത് ശരിക്കും അടുക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ സാധനങ്ങൾ എന്തെങ്കിലും ഒരു പൊടിയതോ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ അസ്വസ്ഥയായിരിക്കും. പിന്നെ അതുപോലെ ഓരോ സാധനം നല്ല സ്വഭാവമാണത്. പക്ഷെ വീട്ടിൽ ചിലപ്പോൾ പെണ്ണുങ്ങളും കുട്ടികളും ഒന്നും അങ്ങനെയാവില്ല. അപ്പം എവിടേക്ക് പോയി തിരിച്ചു വരുമ്പോഴും മൂപ്പര് ഒന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കാണും. ഒന്നുകിൽ ആ കുപ്പായ രണ്ടോടത്തല്ല ഇട്ടത്, അല്ലെങ്കിൽ ആ കോഴി അവിടെ കാഷ്ടിച്ചിട്ടുണ്ടാവും. കോഴിക്കിപ്പോൾ ബാത്റൂമൊന്നും അറിയാത്തതുകൊണ്ട് ഇവരൗത്ത് കാഷ്ടിച്ചിട്ടുണ്ടാവും. ഇതിന് കാണോട് കൂടി ഇയാളാണ് തുടങ്ങി ചൂടായത്. അപ്പോൾ കുട്ടികളും മക്കളും ഒക്കെ അവിടെ മുണ്ടാതെ നിൽക്കും. പോലെ തീരുമാനം എന്താ വെച്ചാൽ ഇതൊരു തുലാവർഷമാണ്. മൂപ്പരന് വരുമ്പോൾ ഒന്നങ്ങോട്ട് പെയ്യും, പിന്നെ അങ്ങോട്ട് ചോർന്നോളും, ആരും ഒന്നും മുണ്ടണ്ട എന്ന് നിങ്ങളെപ്പറ്റി നിങ്ങളെ മക്കളോ മരുമക്കളോ നിങ്ങളെ ഭാര്യയെ പേരക്കുട്ടികളോ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളി, നിങ്ങളൊരു സിറ്റ് ഔട്ട് വാപ്പയാണ്. സിറ്റ് ഔട്ട് വാപ്പാറിന് എന്താണ്? മൂപ്പർക്ക് സിറ്റ് ഔട്ടിൽ ഇരിക്കാനുള്ള ഇതുള്ളൂ. അത് ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളല്ല എന്നാണ് അവരതിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ തീരുമാനം എടുക്കുകയാണ്. ഇനി ഞാനവിടെ പെരയ്ക്ക് ചെല്ലുമ്പോൾ എന്ത് കണ്ടാലും ഞാൻ മിണ്ടുകയില്ല, ഞാൻ എന്നെ പിടിച്ചു നിർത്തുക തന്നെ ചെയ്യും. ചെന്ന് നോക്കുമ്പോണ്ട് ഒരു കസാര കൗത്തിയോടെ ഇട്ടിക്കണ്. ഇയാള് കസാര കൗത്തിയോടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെയും പെരയിൽ ഉണ്ടാവുമല്ലോ കൗത്തിട്ട്. മിണ്ടിയോ? ഇയാൾ മിണ്ടിയില്ല. അപ്പുറത്ത് ഞാൻ നോക്കുമ്പോൾ കുറേ പുസ്തകം അങ്ങോട്ട് വിളിച്ചു, അതിലും ഇയാൾ മിണ്ടിയില്ല. ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ അടുക്കള ടേബിൾ മണ്ട് കുറേ രാവിലത്തെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ കിടക്കണം. അപ്പോഴും ഇയാൾ മിണ്ടിയില്ല. അങ്ങനെ ഒരു 8-10 ആയപ്പോൾ ഇയാളുമായിട്ട് പൊട്ടിത്തെറിച്ചപ്പോൾ ഞാൻ ഉണ്ടായ സംഭവം അറിയണത്. എൻ്റെ ക്ലാസ് കേൾക്കാൻ വന്ന ഒരു ദമ്പതികൾ ഇയാൾ പൊട്ടിത്തെറിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, നമ്മളോട് MA ഇന്നാൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞില്ലേ അങ്ങനെ എന്ത് കണ്ടാലും അങ്ങനെ പൊട്ടിത്തെറി. അതിന് ഞാൻ 11 കണ്ടിട്ട് 12ാമത്തേനാ പൊട്ടിത്തെറിച്ച്. തെറിക്കല്ലാതെ എന്താ ചെയ്യുക? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇത് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ കേട്ടിരിക്കുമോ ഹദീസ്? റസൂൽ പറയാണ്, എൻ്റെ ഒരുപാട് സങ്കടത്തിനുള്ള ഉത്തരാണ് ഹദീസ്. നിങ്ങൾക്ക് ആ സങ്കടം ഉണ്ടോ എനിക്കറിയില്ല. ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അഹാസിനുക്കും അഖ്ലാഖ. നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ എൻ്റെ ഏറ്റവും അടുത്തു നിൽക്കുന്നവർ, എൻ്റെ അയൽപക്കത്ത് വീട് കിട്ടുന്നവർ, അഹാസിനുക്കും അഖ്ലാഖ, സ്വഭാവം കൊണ്ട് ഉത്തമരായവരാണ്. ഞാൻ എൻ്റെ ഒരുപാട് ചോദ്യത്തിന് മറുപടി കിട്ടിയായിരുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ എന്നെ ചിന്തിക്കാറുണ്ട്, ഈ കാലത്തെപ്പറ്റി ഈ സന്ദർഭത്തെപ്പറ്റിയൊക്കെ ആലോചിച്ചിട്ട് എന്തിനാ പടച്ചോനെ നമ്മളെ ഈ കാലത്ത് ജനിപ്പിച്ച്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജനിക്കാതിരിക്കാൻ ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ലല്ലോ, ഞാൻ എന്തോ ചെയ്തിട്ടില്ലല്ലോ. അന്ന് ജനിക്കുകയും എന്നിട്ട് റസൂലിൻ്റെ കൂടെ മുഅ്മിനായിട്ട് റസൂലിൻ്റെ സഹാബിയായിട്ട് ജീവിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്താ അത് പദവി? നിങ്ങളൊക്കെ എൻ്റെ പേരിപ്പങ്ങൾ എന്നെ കേൾക്കുമ്പോൾ സാഹിബ് എന്നാ പറയുന്നത്. മറ്റുങ്ങളതല്ല പറയാം. എന്താ പറയാ? റളിയല്ലാഹു അൻഹു എന്ന് പറയും. അൻ അബ്ദുൽ അസീസ് ബിൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹ്. എൻ്റെ കാര്യം മാത്രമല്ല, നിങ്ങളെയൊക്കെ കാര്യമാണ്. ഇപ്പം ഞാൻ ഇത് പലപ്പോഴും ആലോചിക്കാറുണ്ട്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നിങ്ങൾക്ക് അവസരമുണ്ട്. ദുനിയാവിൽ വളരെ കുറച്ച് കാലേ ഈ പറഞ്ഞ സഹാബികളൊക്കെ ഒപ്പുണ്ടായിട്ടുള്ളൂ. ആഖിറത്തിലും ഇൻഷാ അല്ലാഹ് അവരുണ്ടാവും. ദുനിയാവ് എന്ന് പറയുന്നത് എന്താ? അതിനെപ്പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന്
നിങ്ങളൊരു സമുദ്രത്തിൻ്റെ വക്കത്ത് പോയി നിൽക്കുക. അതിൻ്റെ തിരമാല ഇങ്ങനെ വരുമ്പോൾ അതിലൊന്നുമ്മ തൊടുക. തൊട്ട് നോക്കിയിട്ട് ആ വിരലിൻ്റെ അറ്റത്തുള്ള ആ തുള്ളി വെള്ളം ശ്രദ്ധിക്കുക. എന്നിട്ട് ആ സമുദ്രത്തിലേക്കൊന്ന് നോക്കുക. ഈ വിരലിൻ്റെ അറ്റത്തുള്ള ഈ തുള്ളി വെള്ളമാണ് ദുനിയാവെങ്കിൽ ആകെ കൂടി ദുനിയാവ്. ആ സമുദ്രമാണ് ആഖിറത്ത്. അപ്പോ ആ സമുദ്രമാകുന്ന ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സുഹബത്തിന് നമുക്ക് അവസരമുണ്ട് എന്നാണ് ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമുക്ക് റബ്ബ് തൗഫീഖ് തരട്ടെ. എങ്ങനെയാണ് കിട്ടുക? അല്ലാഹുവിൻ്റെ റസൂലിനെ കാണണം, റസൂലിന് സലാം പറയണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഷെയ്ക്കൻഡ് കൊടുക്കണം, അല്ലാഹുവിൻ്റെ റസൂലിനെ കെട്ടിപ്പിടിക്കണം. ഇതേ ആഗ്രഹമല്ലേ? ഇല്ലാത്ത മാരുണ്ടല്ലോ. അത്രയൊന്നും വേണ്ടെന്നാ. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദ് നബവിയിൽ ചെന്നപ്പോൾ ഒരാളൊരു മൂലക്ക് ഇരുന്ന് ദ്വാർക്കുന്നുണ്ട്. അപ്പോൾ ദ്വാ കുറച്ച് ഉച്ചത്തിലാണ്. പറയണെന്താന്ന് ചോദിച്ചാൽ, പടച്ചോനെ, എനിക്ക് നരകം സഹിക്കാൻ കഴിയൂല, എനിക്ക് അതിനെപ്പറ്റി ആലോചിക്കാൻ തന്നെ കഴിയൂല, എന്നാൽ സ്വർഗം നേടാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടുമില്ല. അപ്പൊ പിന്നെ ഞാൻ എന്താ എന്നോട് പറയാ? എന്നെ നരകത്തിലിടരുത്. സ്വർഗത്തിന്റെ ഒരു മൂലക്ക് താണപടിയിൽ ഏറ്റവും നിസാരമായ സ്ഥാനത്ത് അതിൽ ഒടുക്കത്തെ ആളായിട്ട് എന്നെ കയറ്റിയാൽ മതി പടച്ചോനെ. എന്താ നിങ്ങളെ അഭിപ്രായം? അത്ര മതിയോ? പോരാ പോരാ, നിങ്ങൾക്ക് പോരാന്ന് മനസ്സിലായി. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിച്ചോളി. കാരണം നിങ്ങളുടെ റബ്ബ് പിശുക്കനല്ല, പിശുക്കനല്ല. ചോദിക്കേണ്ട മാതിരി കേട്ടാണ്. റമളാൻ ഇസ്തിഗ്ഫാറിന്റെ അവസരമാണ്, തൗബയുടെ അവസരമാണ്. പലതും വന്നിട്ടുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. നമ്മക്കും അള്ളാഹ്ക്കും മാത്രം അറിയണം. മാലോകരറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആട്ടിത്തല്ലണ കുറ്റമൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. പലതരം വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടാവും. അതിലൊക്കെ എത്ര ഗുരുതരമായി പറഞ്ഞിട്ട് റബ്ബിന്റെ ഒരു കാരുണ്യം നോക്കണം. ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. എവിടെയാണത് പറഞ്ഞേ? ഇബാദുർ റഹ്മാനെ പറ്റി പറഞ്ഞപ്പോ പറയാണ്. അതിന്റെ മുമ്പ് പറഞ്ഞ എന്താ അറിയോ? വല്ലദീന ലാ യദൂന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസിനൂൻ വമൻ യഫ്അൽ ദാലിക യൽക അസാമാ യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാനാ. അവരാരാണ്? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാത്തവരാണ്. അവരാരാണ്? അല്ലാഹു പവിത്രമാക്കിയ ആത്മാവിനെ മനുഷ്യനെ കൊല്ലാത്തവരാണ്. ഇല്ലാ ബിൽ ഹഖ്, ന്യായത്തോടു കൂടിയല്ലാതെ. അവർ വ്യഭിചരിക്കാത്തവരാണ്. ഇതൊക്കെ ആരെങ്കിലും ചെയ്താൽ വൻപാപങ്ങളാണ് എണ്ണിയത്. ഇതൊക്കെ ആരെങ്കിലും ചെയ്താൽ അവർ കുറ്റം ശിക്ഷ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. നരകത്തിൽ അവർ നിത്യമാണ്, വളരെ നിന്ദ്യരായിട്ട്. ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് അല്ല പറയാ, ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹ. ഇതിലും വലിയ ഓഫർ എന്താ? ഇതിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് പക്ഷാതാപിച്ചു മടങ്ങിയവർ. താബാർ അങ്ങോട്ട് മടക്കം, അതാണ് ഇതിന്റെ അർത്ഥം. വയ്യ തെറ്റിപ്പോവുകയായിരുന്നു. കോഴിക്കോട്ടേക്ക് ഇങ്ങോട്ടാ പോകേണ്ടത്, ഇങ്ങോട്ടന്നെയല്ലേ? അങ്ങോട്ടാ പോണത്. കുറെ അങ്ങോട്ട് പോയിക്കണ്, വൈക്കടവ് റൂട്ടിനാ പോണത്. പോയിട്ട് കുറെ കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ചായവേ കോഴിക്കോട്ടേക്ക് ഇങ്ങോട്ടല്ല, ഇജൊന്ന് ചിലക്കാതെ പോടാ അവിടുന്ന്. എന്നിട്ട് പിന്നെ അതിലെ തന്നെ പോവുക.
അല്ല, അവിടുന്ന് ഇടും മടങ്ങി. ആമന പറഞ്ഞ എന്തിനാന്ന് തഫ്സീറുകളുണ്ട്. എന്താ ചോദിച്ചാൽ ഈമാൻ വിട്ടുപോകുന്ന പണി വരെ എടുത്തിട്ടുണ്ടാവും. അത് പറ്റിയിട്ടുണ്ട്. അമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അല്ല പറയാണ് ഞാൻ അവിടെ നിന്ന് കുറെ ആലോചിക്കലുണ്ട്. ഇവരീ ചെയ്ത സയ്യാത്തുകളെ മുഴുവനും റബ്ബ് അവർ പിന്നെ ചെയ്യണ പുണ്യം അവർക്കുണ്ട് എന്നല്ല പറയണത്. ആ ചെയ്ത കുറ്റങ്ങളൊക്കെയും റബ്ബ് നന്മകളാക്കി മാറ്റിക്കൊടുക്കും. നമ്മളത് നേടിയെടുക്കണം. നമുക്കൊരു നിലപാടുണ്ടാണ്, ഉറച്ചൊരു നിലപാട്. എന്താന്ന് ചോദിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടുക തന്നെ വേണം. അതിൽ നോ കോംപ്രമൈസ്, ഒരു വിട്ടുവീഴ്ചക്കും ഞാൻ തയ്യാറല്ല. അതിൻ്റെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും എൻ്റെ കുടുംബ ജീവിതത്തിലാണെങ്കിലും എൻ്റെ സാമ്പത്തിക ഇടപാടുകളിലാണെങ്കിലും അത് വിട്ടിട്ടുള്ള കളിക്ക് ഞാനില്ല എന്ന് നമുക്കൊരു ഉറച്ച നിലപാടുണ്ടാകണം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മുടെ സ്വഭാവചര്യകളിലൊക്കെ ഇടപെടാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇൽമു ബിത്തഅല്ലും, അൽ ഇൽമു ബിത്തഅല്ലും വൽ ഹിൽമു ബിത്തഹല്ലും. ഒരാള് അറിവ് നേടുന്നത് വിദ്യ അഭ്യസിച്ചിട്ടാണ്. അതുപോലെ സ്വഭാവം നന്നാക്കിയെടുക്കലും അഭ്യാസമുണ്ട്. അഭ്യസിച്ച് നേടണം. അതാണ് ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ആദ്യം ഓതി വെച്ച സൂക്തം അതാണ്. വൽകാലിമീനൽ ഗൈള എന്ന് പറഞ്ഞല്ല, ഈർഷ്യത്തെ കടിച്ചു പിടിക്കുന്നവർ. നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ടാവും ഈർഷ്യത്തിന്റെ കാര്യത്തിൽ പല ഐറ്റം ആളുകളുണ്ട്. അതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. ചില ആളുകളുണ്ട് എന്ത് കാട്ടിയാലും ചൂടാകാത്ത ആൾക്കാർ. അവർക്ക് സംഗതി നല്ല കാര്യം തന്നെയാണ്. ദേഷ്യം വരുന്നല്ല അവർക്ക്, അപ്പോഴും ചിരിക്കും. ഞങ്ങൾ കോളേജിൽ പഠിക്കണ കാലത്ത് നല്ല ആരോഗ്യമുള്ള നല്ല ഒരു സാഹിബുണ്ടായി. മൂപ്പര് മിക്കവാറും ബാക്കി കുട്ടികളുടെയൊക്കെ ഒരു 3 ഇരട്ടി ഉണ്ട് മൂപ്പര്. ഇപ്പം ഈ പയ്യന്മാർ ചെറിയ മക്കൾ ചെന്നിട്ട് ഇവന്റെ പുറത്തൊക്കെ ഇട്ടിരിക്കും. അപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി ഒന്ന് ചിരിക്കും. ഇവരെന്നെങ്ങാനും തിരിച്ചൊന്നും ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വിവരറിയും. ഈ സാഹിബിന്റെ പേര് ഞാൻ പറയില്ല, ചിലപ്പോൾ നിങ്ങളിൽ ചില ആൾക്കാർക്ക് അറിയാം. അയാൾ പിന്നെ മലപ്പുറത്ത് സബ് ഇൻസ്പെക്ടർ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓനെ കാണുമ്പോൾ പറയും, എന്തേ ഇപ്പൊ പഠിച്ച തമ്പുരാ എന്നെ കൊണ്ട് കണ്ട പണിയാണ്. ഈ ജാതി സ്വഭാവത്തിൻ്റെ ആളാണ്. പക്ഷെ അയാൾക്ക് കാലിമീനൽ വയലിന്റെ കൂലി കിട്ടൂല. ഈർഷ്യം ദേശം കടിച്ചു പിടിക്കണമെങ്കിൽ അത് ആദ്യം വന്നിട്ട് കണ്ടേ. വെറുതെ കടിച്ചിട്ട് എന്താ കാര്യം? ഇത് വരുമ്പോഴാണ് ഇത് കടിച്ചു പിടിക്കുക. അപ്പൊ നല്ല ദേഷ്യമുള്ളവന് അത് കടിച്ചു പിടിക്കുമ്പോ കൂടുതൽ കൂലി കിട്ടും. അങ്ങനെ തന്നെയാണത്. വൽകാലിമീനൽ ഗൈള, ഒരു മനുഷ്യൻ കടിച്ചിറക്കുന്നതിൽ വെച്ച് ഏറ്റവും മഹത്തരമായത് ഈർഷ്യത്തെ കടിച്ചിറക്കലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹിച്ചിട്ട് പിടിച്ചു വെക്കലാണത്. അപ്പൊ അങ്ങനെ നമ്മളെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് ഓരോന്നില്ലാതാക്കാൻ പറ്റും. ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഒക്കെ ചെയ്യുന്നു. പിന്നെ ഒരു സംഭവമാണെങ്കിലും ഒരു തമാശയാണ് ഞാൻ പറയാം. അത് നിങ്ങൾക്ക് ഒറ്റ കാര്യത്തിലേ മാതൃക ഉള്ളൂ, വേറൊന്നും നിങ്ങളെ മാതൃകയാക്കി എടുക്കരുത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ആളുമായി ബന്ധപ്പെട്ട അനുഭവം പറയാണ്. ഒരു സാഹിബ്, ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടെ ആരും അല്ല ഇട്ടത്, പിന്നെ ഒരു സാഹിബ് എനിക്ക് പരിചയമല്ലേ. അയാള് പിന്നെ എന്തോ ആരോ മുച്ചിമ കയറ്റിയിട്ട് പെരയിലും വീട്ടിലും കുടുംബത്തിലും മക്കളൊന്നും അറിയാതെ കുറേ ദൂരെ ദിക്കിൽ പോയിട്ട് രണ്ടാമതൊരു പെണ്ണ് കെട്ടി. പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് നാട്ടിലറിഞ്ഞു. ഇത് അങ്ങനെയല്ല, പെട്ടെന്ന് കൊണ്ട് വരുമല്ലോ ആജാതി വേറെ. പിന്നെ ഇയാൾ പെരയിക്കൂല. അപ്പോൾ ഒരാളെ കല്യാണം കഴിച്ചോടുകൂടി മറ്റേ പെണ്ണുങ്ങളെയും കുട്ടികളെയും തിരിഞ്ഞു നോക്കാതെ. അപ്പം എനിക്കയാളായിട്ട് നല്ല ബന്ധമുണ്ട്, എൻ്റെ ഖുതുബ കേൾക്കാൻ വരുന്ന ആളാണ് എന്നൊക്കെയുള്ള നിലക്ക് കുറേ ആൾക്കാർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങളെ ആളെന്ന് പറഞ്ഞ് ശരിയാക്കണം. അങ്ങനെ ഞാൻ വിളിച്ചു.
വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പോകാനൊക്കെ നല്ല പൂതിയുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പോകാൻ പേടിയാണ് പറഞ്ഞു. എൻ്റെ പേടി അവിടെ ചെന്നാൽ എന്താ സംഭവിക്കുമെന്ന് പിടുത്തില്ല. അതുവരെ അത്യാവശ്യം എല്ലാവർക്കും ആലോചിച്ച് മനസ്സിലാവില്ല എന്താ സംഭവിക്കാൻ പോണത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്ത് സംഭവിച്ചാലും നിങ്ങൾ അനങ്ങരുത്, നിങ്ങൾ ക്ഷമാപൂർവ്വം ഇരിക്കും. ഇനി അഥവാ 37 ഒരു വർഗം കൊള്ളി എടുത്ത് തല്ലുന്ന് ഉറപ്പായാൽ ഞങ്ങൾ ഇറങ്ങി ഓടിയാൽ മതി, അല്ലാതെ നിങ്ങൾ ഒന്നും അങ്ങോട്ട് ചെയ്യരുത്. ഇപ്പം ഇയാളെങ്ങനെ പെരീക്കട കയറി ചെന്നോടുകൂടി അങ്ങോട്ട് തുടങ്ങി. സ്വാഭാവികമാണത്. അതിൽ മൂത്ത മകൻ്റെ അപ്പുറത്തിരിക്കണ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം പറഞ്ഞു, അല്ലമ്മ ഇപ്പം വന്നതല്ലേ, നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ കൂടി പറഞ്ഞാണ്ട്. അതിൽ പിന്നെ 37 പല വിട്ടിട്ട് ഇവൻ്റെ നേരെ എടുത്തിരിക്കുന്നു. അപ്പോൾ കുറച്ചൊരു കഴിഞ്ഞപ്പോൾ 37 ഇയാളോട് ചോദിച്ചു, അല്ല സാധാരണ ഗതിയിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് മുണ്ടിയ അപ്പം ഇങ്ങോട്ട് ചാടുന്നതാണല്ലോ നിങ്ങൾ, ഇപ്പം എന്താ നിങ്ങൾ ചാടാത്ത, നിങ്ങളെ തൊഴിൽ നാവില്ലേ, അനങ്ങാൻ വയ്യേ, മുണ്ടാൻ വയ്യേ. അതിൽ 37 പറഞ്ഞു, പതുക്കെ ഒച്ച കുറച്ചിട്ട് പറഞ്ഞു, അതന്നെയല്ലേ എന്നോട് ഞാൻ പണ്ടെന്നെ പറയണത്, രണ്ടാമത് പെണ്ണ് കെട്ടിയ മനുഷ്യൻ നന്നാവുമെന്ന്. നിങ്ങളാരും നന്നാകാൻ പോണ്ടോ, അത് നന്നാകല്ലേ പോണ്ട. ഇങ്ങനെ MI വന്ന് ക്ലാസ് എടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പോണ്ട. പക്ഷെ എൻ്റെ പോയിന്റ് എന്താ ചോദിച്ചാൽ, ഇയാളത് തീരുമാനം എടുത്തു, എന്ത് സംഭവിച്ചാലും ഞാൻ എന്നെ നിയന്ത്രിക്കും, എന്നെ പിടിക്കും. ഇപ്പം കളവ് പറയുന്ന ഒരു സ്വഭാവമുള്ള ആളാണെങ്കിൽ എന്തു വന്നാലും ശരി അതിന് ഞാൻ നിൽക്കും. എൻ്റെ മറ്റുള്ളവരെ കുത്തി നോവിപ്പിക്കണ ഒരു പ്രകൃതം നോക്കി. നിങ്ങൾ ആ ഹദീസിന്റെ ബാക്കി ഉണ്ട് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ വ ഇന്ന അബ്അദകും ഇലയ്യ വ അബ്അദകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും വെറുപ്പ്, അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഏറ്റവും വെറുപ്പ്, എനിക്കൊരെ കണ്ടുകൂടാ, ഓരിങ്ങടെ അടുക്കണ്ട, അന്ത്യനാളിൽ പോലെ ഞാൻ തിരിഞ്ഞു നോക്കൂല. ആരാ? സർസാറൂൻ, വെറുതെ വർത്താനം പറഞ്ഞു കുത്തിരിക്കുക, ആവശ്യമുള്ളീരും ആവശ്യമില്ലാത്ത. എൻ്റെ ആ സർസറാന്ന് തന്നെ സർസാറൂൻ പറഞ്ഞ. വൽ മുത്തഫൈഹിഖൂൻ, ധാരാളമായിട്ട് സംസാരിക്കുകയും ആ സംസാരത്തിലൊക്കെ അവനവന്റെ മുമ്പത്തരം പറയാം. ഞാൻ കേമനാണ്, എൻ്റെ കുട്ടികൾ കേമന്മാരാണ്, അവർക്കിത്ര ശമ്പളമാണ്, ഞാൻ വലിയ ആളാണ്. ഇതെന്തിനപ്പം ഞാൻ തന്നെ ഇങ്ങനെ പറയണത്? വേറെ ആരും പറയില്ലാത്തതുകൊണ്ട് ഇയാളെന്നെ പറയാം. അവരല്ലാൻ്റെ റസൂലിന് ഇഷ്ടമല്ല, എന്നിട്ട് വരണ്ട പോലും, എനിക്കവരെ കാണണ്ട. വൽ മുത്തഫൈഹിഖൂൻ, പിന്നെ പറയാണ് മുതശദ്ദിഖൂൻ മുത്തഫൈഹിഖൂൻ. മുത്തഫൈഹിഖൂൻ എന്ന് പറഞ്ഞാൽ ഈ സംസാരത്തിൽ ഈ പറഞ്ഞ സ്വഭാവക്കളുടെ ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് നേരെ ചാട്ടുളി പ്രയോഗിക്കും, അവരുടെ അഭിമാനത്തിനെ വല്ല കുത്തും, എന്നിട്ടത് ബാക്കി ആൾക്കാർ കേൾക്കുമ്പോൾ ഒന്ന് ചിരിക്കും. ഇതിൽ ഇയാൾ വല്ലാതെ ആഹ്ലാദിക്കും. അത്തരം ആളുകളെ എനിക്ക് കണ്ടുകൂടാ, പരലോകത്ത് എൻ്റെ അടുത്തേക്ക് അവർ വരില്ല. നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇടപെട്ടാൽ നമുക്കിതിനെ ശരിയാക്കാൻ കഴിയും. ഈ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ അളന്നു നോക്കണല്ലോ, നമുക്ക് മാറ്റണ്ടോ എന്നറിയുന്നു. സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെപ്പറ്റി അവകാശപ്പെടുന്നതല്ല. MI അബ്ദുൽ അസീസിന്റെ പറയാം, ഞാനിങ്ങനെ ഉഷാറാണ് സ്വഭാവം എന്ന് ഞാൻ പറയുന്നതല്ല, മറിച്ച് എന്നെ മറ്റുള്ളവർക്ക് എങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നു, എൻ്റെ ഭാര്യക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ അയൽക്കാർക്ക്, എൻ്റെ കൂട്ടുകാർക്ക്, എൻ്റെ സഹപ്രവർത്തകർക്ക്, എൻ്റെ മിത്രങ്ങൾക്ക്, പോരാ എൻ്റെ ശത്രുക്കൾക്ക് എന്നെ എങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നു. അതും എൻ്റെ വ്യത്യസ്തമായ വൈകാരിക തലങ്ങളിൽ. എനിക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ, ദുഃഖം ഉണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ, വെറുപ്പുണ്ടാകുമ്പോൾ, അവജ്ഞ വരുമ്പോൾ, കോപം വരുമ്പോൾ, അപ്പോഴൊക്കെ ഞാൻ എങ്ങനെയാണ്? ഇതിൻ്റെ ആകത്തുകയാണ് സ്വഭാവം. ഇപ്പൊ വേറുള്ള ആളാണ് പറയേണ്ടത് അതിനെപ്പറ്റി, അവർക്കാണിത് പറഞ്ഞു തരാൻ പറ്റുക നമ്മളുടെ സ്വഭാവം എങ്ങനെയാണ്. അവിടെ നമ്മൾ ഉത്തമരായി തീരുക.
അത് നമ്മുടെ പരലോകത്തിന് ഖൈറാണ്, ദുനിയാവിന് ഖൈറാണ്, മാത്രമല്ല അള്ളാന്റെ ദീനിന് വലിയ ഖൈറാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാരണക്കാരൻ, കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നവൻ, പിന്നെ മാരണം ബാധിച്ചവൻ, കവി, ഇങ്ങനെ പലതും വിളിച്ച് തെറി പറഞ്ഞപ്പോൾ അതിനൊക്കെ കൂടി അള്ള പറഞ്ഞൊരു മറുപടി എന്താന്ന് ചോദിച്ചാൽ വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ വ ഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അവരെന്തോ പറഞ്ഞോട്ടെ, താങ്കൾ ഉത്കൃഷ്ടമായ സ്വഭാവചര്യകളുടെ ഉടമയാണ്. അതുകൊണ്ട് ഫസതുബ്സിറു വയുബ്സിറൂൻ, നാളെ എന്ത് സംഭവിക്കുമെന്ന് അവർക്കും കാണാം, താങ്കൾക്കും കാണാം. ഇതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും. നല്ല ഒരു ദായി എന്ന് പറയുന്നത്, നല്ല ഒരു പ്രബോധകൻ എന്ന് പറയുന്നത് ഒരാൾക്ക് പോയിട്ട് ഒരുപാട് ക്ലാസ് എടുത്ത് കൊടുക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം. അയാളെ ജീവിതം കൊണ്ട് ഇസ്ലാമിനെ വേറൊരാൾക്ക് മനസ്സിലാകണം. അങ്ങനെയാണല്ലോ മാലിക് ബിൻ ദീനാറും പ്രവർത്തകരും ഒക്കെ വന്നപ്പോൾ ഉണ്ടായത്. അവരെ ഭാഷ പോലും അറിയില്ലായിരുന്നു. അവരെ പുരട്ടിയ അത്തറിൻ്റെ അതേ സൗരഭ്യവും അതേ സൗന്ദര്യവും അവരുടെ സ്വഭാവങ്ങൾക്കുണ്ടായപ്പോഴാണ് ഇവിടുത്തെ ജനഹൃദയങ്ങൾ അങ്ങോട്ട് ആകർഷിച്ചത്. ഇന്നൽ അബ്ദ ലയബ്ലഉ ബിഹുസ്നി ഖുലിഖിഹി അലീമ ദറജാത്തിൽ ആഖിറ വ അശ്റഫിൽ മനാസിൽ വ ഇൻഹു ലളൈഫുൽ ഇബാദ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരടിമ നാളെ പരലോകത്ത് വളരെ ഉന്നതമായ പദവിയിലെത്തും. അയാളുടെ ഉത്കൃഷ്ടമായ സ്വഭാവങ്ങൾ കൊണ്ട് ഇബാദത്തുകളിൽ അയാൾ അല്പം കുറവാണെങ്കിലും ഒരറിയപ്പെട്ട ആബിദൊന്നുമല്ല. അതിൻ്റെ അർത്ഥം നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യണില്ല എന്നല്ല, അതൊക്കെ ഉണ്ട്. നമ്മൾ പറയല്ലോ വല്ലാത്ത ഒരു ആബിദ്, സുന്നത്തുമ്മല സുന്നത്ത്, തഹജ്ജുദ്, പിന്നെ പള്ളിയിൽ തന്നെ ഇത്തിക്കാഫ് ഒക്കെ വേണ്ടത് തന്നെയാണ്, നല്ല കാര്യങ്ങളാണ്. അതേസമയത്ത് അങ്ങനെയൊന്നുമല്ല അയാൾ. അതേസമയത്ത് ജനങ്ങളോട് ഏറ്റവും ഉയർന്ന സ്വഭാവ മര്യാദകളുള്ള ആളാണ്. ഇതിന്റെ നേരെ എതിർഭാഗത്ത് ഒരാൾ അയാളുടെ ചീത്ത സ്വഭാവങ്ങൾ കാരണമായിട്ട് നരകത്തിന്റെ അടിത്തട്ടിലെത്തും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടാൻ സാധ്യതയുള്ള വളരെ ഗൗരവപ്പെട്ട ഒരു മേഖലയായിട്ട് ഖുർആനും സുന്നത്തും നമുക്ക് പറഞ്ഞു തരുന്നതാണ് സദാചാര രംഗം എന്ന് പറയുന്നത്. അതിന് വേണ്ട കരുതലുകൾ ഖുർആനും സുന്നത്തും നമുക്ക് നിശ്ചയിച്ചു തന്നു. സൂറത്തുൻ നൂറിലൊക്കെ അത് വിവരിച്ചു തരുന്നുണ്ട്. ധാർമ്മിക വിശുദ്ധി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഒരു പകുതി തന്നെയാണ്, പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മളെ കാലഘട്ടത്തിൽ ഇപ്പൊ ഈ എപ്സ്റ്റീൻ വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞാൽ അതിൽ 30 ലക്ഷം പേജുകൾ ഉണ്ട് എന്നാ പറഞ്ഞത്. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം മുസ്ലിം ലോകത്തെ എങ്ങനെ വഴിതെറ്റിക്കാം എന്നതാണ്. ഇന്ന് തുടങ്ങിയതല്ല, പണ്ടന്നെ ഉള്ളതാണ്. അവരെ നാസ്തികരും ദൈവനിഷേധികളും താതോന്നികളും ഒക്കെ ആക്കി അങ്ങനെ മാറ്റാം. നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികളിലൂടെ അതാണിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കതിൽ ചേർന്ന് പഠിക്കാതിരിക്കാൻ ഒരു നിർവാഹമല്ല, മുന്നോട്ട് പോയേ പറ്റൂ നമുക്ക്. പക്ഷെ അതിൻ്റെ മറുവശത്ത് ഈമാനിൻ്റെയും തഖ്വയുടേതുമായ പരിചകൾ നമ്മൾ നൽകണം. ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുള്ള വിദ്യാഭ്യാസം, അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് അത് തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി, ഇതൊക്കെ വളഞ്ഞ വഴിയിലൂടെ നടപ്പിലായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബന്ധങ്ങളിലും കുടുംബങ്ങളിലും ഒക്കെ അത് കയറി വരികയാണ്. അപ്പൊ അവിടെയൊക്കെ ഒരു ജാഗ്രത നമുക്കുണ്ടാവുക. വ്യഭിചരിക്കരുത് എന്നല്ല,
അതിൻ്റെ സാധ്യതകളെ പോലും നിങ്ങൾ നിരാകരിക്കണം. നിങ്ങളതിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിശത്തൻ വസഅ സബീല. നിങ്ങൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതിൻ്റെ വക്കത്തേക്ക് നിങ്ങൾ പോകരുത്. അവിടെയാണ് ഖുർആനും സുന്നത്തും നമുക്ക് നിയമനിർദ്ദേശങ്ങൾ തരുന്നത്. അന്യ സ്ത്രീകളുമായിട്ട് നിങ്ങൾ തനിച്ചാകരുത്. നിങ്ങളുടെ വർത്തമാനങ്ങൾ രോഗമുള്ളവന്റെ വർത്തമാനമായി തീരരുത്. സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ച് സംസാരിക്കണം. സംസാരിക്കുമ്പോൾ മനസ്സിന് രോഗമുള്ള ആളുകൾക്ക് അവർക്ക് അവരുടെ രോഗം വെളിപ്പെടാൻ അത് കാരണമായി തീരരുത്. ഇതൊക്കെ ഖുർആന്റെ നെസ്സാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഒരു വ്യക്തി അയാളുടെ സദാചാരം പിന്നെ സാമ്പത്തികവും, ഇത് രണ്ടിലും ഒരാൾ പരാജയപ്പെട്ടു പോയാൽ പിന്നെ അയാൾ എടുക്കല്ല. അപ്പൊ നല്ല സൂക്ഷ്മത ആ രംഗത്തുണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ വീടുകളിൽ വരെ ഇപ്പോ പ്രണയം എന്ന് പറയുന്നത്, ചില കുട്ടികൾ ചോദിക്കും ശരിയല്ലേ? എവിടെ ശരിയാകുക? ഒരാള് കല്യാണം നടത്താൻ തീരുമാനിച്ചാൽ ഒരാൾക്ക് പെണ്ണ് കാണാം. 2-3 വട്ടം വേണമെങ്കിലും സംസാരിക്കാം. അയാൾക്ക് അതിലൊരു മനസ്സംതൃപ്തി വരുന്നവരെ സംസാരിക്കണതിന് കുഴപ്പമൊന്നുമില്ല. കല്യാണത്തെ പറ്റിയൊന്നും ചിന്തിക്കണില്ല, അങ്ങോട്ടൊന്നും പോയിട്ടില്ല, പഠിക്കണ കാലാണ്, അങ്ങനെ ആയിരിക്കാണ്. അതിൻ്റെ ഇടയിൽ എന്ത് പ്രണയാണ്? ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ വ്യഭിചാരമാണത്, ഹറാമായിട്ടുള്ള കാര്യമാണത്. അതിലെ ഓരോന്നും സിനയാണ്. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. നിങ്ങളെ വഴികേടിലേക്ക്, അബദ്ധങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മളെ മക്കളെ, നമ്മുടെ തലമുറകളെ നമ്മൾ ഒക്കെ നല്ല നിയന്ത്രണങ്ങൾ പാലിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മുടെ സദാചാരം തകർക്കുക എന്നത് ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ വളരെ വലിയ ഒരു അജണ്ടയാണ്. അതിനെ നമ്മൾ നിന്നുകൊടുത്താൽ അതോടുകൂടി നമ്മളെ കാര്യം കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് സാമ്പത്തിക രംഗത്തുള്ള കാര്യങ്ങൾ. ഹലാലായ ഭക്ഷണമായിരിക്കണം, ഹറാമ് കലരരുത്, നിഷിദ്ധമായ മാർഗേണ സമ്പാദിച്ചത് ഉണ്ടാവരുത്. ഇത് നമ്മുടെ ഷാഢ്യമായിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, ഒരാള് ധാരാളമായിട്ട് സമ്പാദിച്ചു ഹറാമായ വഴിക്ക്, മൻ ജമഅ മാലൻ ഹറാമൻ സുമ്മ തസദ്ദഖ ബിഹി, എന്നിട്ട് പിന്നെ അയാൾ അതിൽ നിന്ന് കുറെ ദാനധർമ്മങ്ങളും ചെയ്തു. റസൂൽ പറയാണ്, ആ സമ്പാദിച്ചതിന്റെ കുറ്റം അയാൾക്കുണ്ട്, ദാനധർമ്മങ്ങൾക്ക് കൂലിയില്ല. നല്ല ശ്രദ്ധ നമുക്കവിടെ ഉണ്ടാകണം. എല്ലാം വിത്ത്ഹെൽഡായി പോകുന്ന കാര്യമാണ്. നല്ല ഭക്തനായ ഒരാളുടെ സാമ്പിൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും എന്ന് പറഞ്ഞ സൂക്തത്തിന്റെ വിശദീകരണമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സുമ്മ ദക്കറ റജുല അസ്ഗസ വഅഗ്ബറ, ഒരു മനുഷ്യൻ, അയാള് അങ്ങേയറ്റത്തെ ഭക്തന്റെ കോലാണ്. അയാളുടെ മുടി ജട കുത്തിയിട്ടുണ്ട്, പൊടി പടർന്നിട്ടുണ്ട്, വളരെ അവശരാണ്. അതോടൊപ്പം തന്നെ അയാൾ യമുദ്ദു യദൈ ഇല സമാ, ആകാശത്തിലേക്ക് അയാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ പറയാണ്, അയാളുടെ ഭക്ഷണം ഹറാമില്ലെന്നുള്ളതാണ്. മശ്റബുഹു ഹറാം, പാനീയം ഹറാമാണ്. മൽബസുഹു ഹറാം, അയാളുടെ വസ്ത്രം ഹറാമാണ്. ഫഖദ് ഉദിയ ബിൽ ഹറാം, അയാൾ ഹറാമിൽ ഊട്ടപ്പെട്ടതാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, പിന്നെ അയാളെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാ? അപ്പൊ നമുക്ക് നമ്മുടെ സമ്പാദ്യങ്ങളെ സംബന്ധിച്ച് നല്ല ധാരണ ഉണ്ടാകണം. ഹറാമിലേക്ക് പോകരുത്, ഹലാല് തന്നെയാകണം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ കൂടി
സമ്പാദിച്ച് ഉണ്ടാക്കി വെച്ചു എന്ന് വെക്കുക. ഇപ്പം നമുക്കൊക്കെ ഓരോരുത്തർക്കും അവരവരുടേതായി എൻ്റേത് എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് എത്ര സമയമായി എൻ്റേത്? വളരെ കുറഞ്ഞ സമയമുള്ളൂ. എപ്പോഴും നമ്മളതല്ലാതായി തീരാൻ പറ്റുന്ന ഒന്നാണ്. ആധാരങ്ങളെ പേരിൽ കൃഷി ചെയ്തിട്ടുണ്ടാകും. നമ്മളെ പേരിലാണ് ആധാരം. ഇപ്പം നമ്മളെ പെരയിൽ ഒരു പെട്ടിയുണ്ട്, മേശയുണ്ട്, അതിൻ്റെ ചാവി നിങ്ങളിരുത്താണ്, നിങ്ങളെ തുറക്കാൻ പറ്റുള്ളൂ. വളരെ അത്യാവശ്യത്തിനൊക്കെ പെരയിൽ നിന്ന് പോകുമ്പോൾ പെണ്ണുങ്ങളെടുത്ത് കൊടുക്കും. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇതാ അതിൻ്റെ ചാവിയാണിത്, വേണ്ടടുത്ത് വെച്ചോണ്ടു. അലമാര നിങ്ങളതായിട്ട് സ്വന്തമായിട്ട് ഒന്നുണ്ട്. ഈ ശ്വാസം അങ്ങോട്ട് നിൽക്കുന്നതോട് കൂടി ഇപ്പൊക്കെ കുഴഞ്ഞു പോകുകയാണല്ലോ ഇടക്കിടക്ക്. ഞാൻ പറയലേ ഒരു 45 വയസ്സിന് താഴെയുള്ളവർ നല്ലോണം കരുതി കോടിയതാണ് കേൾക്കണതൊക്കെ ആചാര്യ. അറിവിൻ്റെ മേലുള്ളവർ ഏതായാലും പോകാനുള്ളവരാന്ന് നിലക്കാട്ടാ. അതിപ്പോൾ ആരെങ്കിലും അറിവിൻ്റെ മേലുള്ള ഒരാൾ മരിച്ച ആൾക്കാർ മൂപ്പര് മരിച്ചു ചോദിച്ചു. എന്നോ നമ്മൾ കാത്തു നിൽക്കണതാന്നുള്ള കോലത്തിലാണ് പറച്ചിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ്സിൻ്റെ ഘടന മാബൈന 60 വസബായി, 60നും 70നും ഇടയിലാണ്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഈ ഉംറം ഫീ താഅത്തിക തവീല, പടച്ചോനെ നിനക്കുള്ള അനുസരണത്തിൽ ദീർഘകാലത്തെ ജീവിതം വേണം എന്നൊക്കെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് കൽപ്പിക്കുകയൊക്കെ ചെയ്ത് ആ റസൂലുള്ളാഹ്ക്ക് കിട്ടിയത് 63 കൊല്ലാണ്. അതന്നെയാണ് ഈ ഉംറം ഫീ താഅത്തിക തവീലാറുള്ളത്. അറുവീൻ്റെ മേലെ കിട്ടിയ ഒക്കെ തവീലായിട്ട് കൂട്ടിക്കൊളി. ഇപ്പോഴും 60ഒക്കെ ആയ ആൾക്കാരെ വിചാരം എന്താ വെച്ചാൽ ഒരിങ്ങനെ നോക്കുമ്പോൾ ഒരു 90 പേരുണ്ട് അവിടെ കിടക്കുന്നത്, അങ്ങോട്ട് ഇനി ഒരു 30 കൊല്ലം കൂടി ഉണ്ടല്ലോ എന്നാ കണക്ക് കൂട്ടുക. ഇപ്പം പെട്ടെന്നൊന്നും പോകൂല. ഒരു 90 അബ്ദുറഹ്മാൻ കാക്കുണ്ട് അവിടെ കിടക്കണത്. മൂപ്പർക്ക് ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നുണ്ട്, ആരോഗ്യമൊക്കെ ഉഷാറായി. എനിക്കിപ്പോൾ 68 ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കൂട്ടുമ്പോൾ ഇനി ഒരു 10-22 കൊല്ലം കൂടി ബാക്കിയുണ്ട് എന്നാണ് കണക്ക്. അങ്ങനെയല്ല. ഇതിന് കഴിയുന്നതോടുകൂടി എന്തായി എന്ന് ചോദിച്ചാൽ, ഞാൻ ഖുത്ബ പറയുന്ന ഒരു പള്ളിയിൽ ഒരു സാഹിബ് മരണപ്പെട്ട്, 4 മക്കൾ, ഒരു മോള്, 3 ആമക്കൾ. ഇയാൾ മരിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്വത്ത് ഒരുക്കാൻ തുടങ്ങി. അതിൽ ഇവർ തമ്മിൽ തെറ്റി. ഇപ്പോഴും 3 ആൾ അവർ പള്ളിയിൽ വരും, കണ്ടാ സലാം പറയില്ല, മുണ്ടൂല, തെറ്റി. അളിയനെ തീരെ കണ്ടുകൂടാ. എല്ലാ റമദാനിലും തക്കരിച്ചിന്ന് അളിയനെ പിന്നെ തീരെ പറ്റൂല, തെറ്റി. അപ്പം ഞാൻ മൂത്ത ആളോട് ചോദിച്ചു, അല്ലടാ എന്താ നിങ്ങൾ ഇങ്ങനെ, എന്താ ഇപ്പം പറ്റിയത്, എന്താ സംഭവം? പറ്റിയതൊന്നും പറയല്ല, ഇയാൾ വിവരിക്കണ്. തെറ്റ് മുഴുവൻ നമ്മളെ വാപ്പാൻ്റെ തന്നെയാണ്. വാപ്പ ഇവിടെ ഒരു ബിൽഡിങ്ങും ഉണ്ട്, ഇവിടെ കരുവാരക്കൊണ്ട് ഭാഗത്തൊരു 10 ഏക്കർ ഭൂമിയുണ്ട്, പിന്നെ ഇപ്പുറത്ത് കുറച്ചുമുണ്ട്. അത് എനിക്ക് തന്നെ വേണം, ബാക്കിയുള്ളവർക്ക് വാപ്പ ഉണ്ടാക്കിക്കണ്ടേ? അങ്ങനെയാണ് മരിച്ചാൽ പറ്റൂ. ആ ബിൽഡിങ്ങും എനിക്ക് വേണം, ആ ഏക്കർ എനിക്ക് വേണം, അങ്ങനെയാണ് വാപ്പ മരിച്ചാൽ പറ്റൂ. മൂപ്പര് തമാശക്കാരനാണ്, മൂപ്പര് പറയാം. അതുകൊണ്ട് തകരാറ് മുഴുവൻ വാപ്പാൻ്റെയൊക്കെയാണ്. ഞാൻ നോക്കുമ്പോൾ അതൊക്കെ എനിക്ക് വേണം, വേറുള്ളവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ തർക്കമായി. ഇതന്നെയാണ് ബാക്കി. നല്ല നിലക്ക് മക്കളെ വളർത്തിയിട്ടില്ല എങ്കിൽ, അവർ നല്ല നിലക്ക് വളർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ആലോചിച്ചോളൂ, നമ്മളെങ്ങനെ കടന്നുറങ്ങുമ്പോൾ നിങ്ങളൊക്കെ ചിലരുണ്ടാവും, ഇസ്മിക റബ്ബി വദഅതു ജംബി വബിക റഫഅഹു ഇൻ അംസക്ത നഫ്സി ഫറഹമാ വഇൻ അർസൽതഹാ ഫഹ്ഫളഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ. എന്താ ഈ പറയണേ? പഠിച്ചോനെ ഞാൻ കിടക്കുകയാണ്, ഞാൻ എണീക്കുമെന്നൊരു ഉറപ്പില്ല എന്നൊരു ഷാഡ്യവും എനിക്കില്ല. അതും ഇതിലുണ്ട്. നീയാണ് വേണമെങ്കിൽ നീപ്പിച്ചാൽ മതി എന്നെ. ഞാൻ അതിൻ്റെ ഇടയിൽ കണ്ണും ചിമ്പിയാണ് പോയാൽ എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ. അഥവാ നീ എൻ്റെ റൂഹിനെ പിടിക്കുകയാണെങ്കിൽ നീ അതിനോട് കരുണ കാണിക്കണം. ഇനി ഇടങ്ങാറായിട്ട് ഈ ദുനിയാവൊക്കെ എന്നെ വിടുകയാണെങ്കിൽ, നേരം പോലത്തെ നീറ്റ് വരികയാണെങ്കിൽ, പീടിയ തുറക്കാനുള്ള താക്കോല് തിരക്കുമ്പാത്ത് വെച്ചിട്ട് കിടക്കുമ്പോഴാണ് ഈ പറയണതേ. തുറക്കാനുള്ള പീടിയൻ്റെ താക്കോല് തിരക്കുമ്പാത്തുണ്ട്. അപ്പോഴാ പറയണേ, ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക റഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ.
ഇനി എന്നെ നീപ്പിക്കുകയാണ് എങ്കിൽ പടച്ചോനെ ഒരുപാട് ഇബ്ലീസുകളുണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ. എന്നെ വഴിതെറ്റിക്കാതെ നോക്കണ കാര്യം റബ്ബേ നീ തന്നെ നോക്കണം. അപ്പൊ ഏത് സമയവും അൽ ഇസ്തിഗ്ദാദു ലിൽ മൗത്തി ഖബലൽ മൗത്ത്. ഞാൻ മൂപ്പരോട് ചോദിച്ചിരുന്നു എത്ര ക്ലാസ് എടുക്കേണ്ടത്. അപ്പോൾ മൂപ്പര് മഗ്‌രിബ് വരെ എന്നാ പറഞ്ഞ് ഞങ്ങൾ അപ്പം ചുരുക്കുക അൽ ഇസ്തിഗ്ദാദു ലിൽ മൗത്തി ഖബലൽ മൗത്ത്. മരണത്തിന് മുമ്പ് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക. ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിക്കുക, നിങ്ങൾ ഇപ്പം ഇങ്ങോട്ട് മരിച്ചാൽ എൻ്റെ സാമ്പത്തികമായ എല്ലാ ഇടപാടുകളും അതിൽ പിന്നൊന്നും എൻ്റെ കുട്ടിയൊക്കെ അന്വേഷിക്കാണ്ടാകാത്ത വിധം ഞാനത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ കൈ നോക്കിക്കാട്ടെ. അപ്പൊ ഇപ്പോഴൊന്നും മരിച്ചില്ല എന്നുള്ളത് നടക്കണ്ട. ഞാനല്ല മരിക്കാന്നേ, ഞാൻ എപ്പോ മരിക്കാനാ? അത് എഴുതി വെക്കണം. ഞാൻ ഒരു സംഭവം കൂടിയും പറയാം. നമ്മളെ മയ്യത്ത് ഇങ്ങനെ കടത്തിയിട്ട് അതിൻ്റെ മുമ്പിൽ മക്കളൊക്കെ ഇങ്ങനെ നിൽക്കണ്ടാവും. ചില മക്കൾക്ക് പറയാൻ ഉസുറില്ലാത്തോണ്ട് വേറെ ആരെയും ഏൽപ്പിക്കും. എന്താ പറയണേ? ഇതാ ഇതിൻ്റെ ഉപ്പാൻ്റെ ജനാസയാണ്, നിങ്ങളിടയിൽ കുറെ കാലം ജീവിച്ചു, വാക്കിലോ പ്രവൃത്തിയിലോ എന്തേലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എൻ്റെ ഉപ്പാക്ക് വിട്ടുകൊടുക്കണം. വല്ല സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റു. ഈ ഞാൻ ഏറ്റു എന്ന് പറയേണ്ടുന്ന നമ്മളെ മോന് നിങ്ങളെ ഹയാത്തിൽ തന്നെ അതങ്ങോട്ട് അറിഞ്ഞു പോയാൽ എന്ത് ചെയ്താ നിങ്ങൾക്ക് വരാനുള്ളത്? ഇവനല്ലേ ഏൽക്കണേ? എന്ത് മുടക്കാ നമുക്കുള്ളത്? അങ്ങനെയുള്ളൊരു ബന്ധം വേണം കുട്ടികളായിട്ടൊക്കെ. ഒരാൾ വളരെ പത്രാസിൽ ഒരു വാപ്പ എന്നോട് പറഞ്ഞു, കുറച്ച് മുമ്പാട്ടോ, വാപ്പ എന്നോടല്ല, നമ്മളുടെ മരിച്ചുപോയ KT റഹീം സാഹിബിനോട്, അദ്ദേഹത്തോടൊരു വാപ്പ പറഞ്ഞ്, എൻ്റെ മക്കളൊക്കെ വളരെ ഉഷാറാണ്, എന്നേറ്റ് വളരെ 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 ഇതിലെ ബഹുമാനത്തിലുള്ളത്. ഞാനൊരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിലെ ഒരു വരുന്നല്ല, ഒരു പേരൻ്റെ പിന്നുകൂടെ ഇങ്ങനെ വരും. കേട്ടോ, എന്തെങ്കിലും ഒരു കാര്യം എന്നോട് പറയണ്ടെങ്കിൽ ഒരു മുഖത്തോട് മുഖം നോക്കി പറയില്ല. ഒരു ഉമ്മ എന്നോട് പറഞ്ഞിട്ട് ഉമ്മയാണ് എന്നോട് പറയാ. അപ്പൊ KT റഹീം സാഹിബ് ഇത് കേട്ടപ്പോൾ പറഞ്ഞു, അതിന് നിങ്ങൾ തന്നെ ഇരിക്കണം എന്നില്ല, അവിടെ ഒരു കടിക്കണ നായയായാലും മതി, പിന്നെ കുട്ടികൾ അവയ്ക്ക് വരൂല. കുട്ടികൾക്ക് സലാം കൊടുക്കുക, അവരൊന്ന് കെട്ടിപ്പിടിക്കുക, അവർക്കൊരു ഉമ്മ കൊടുക്കുക, വലിയതായാലും പറ്റുമതി. ഇത് ചെറുതാവുമ്പോൾ ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. നമ്മളൊരു സുഹൃത്തുണ്ടാകുന്നൊരു സ്നേഹിതൻ, അയാള് നല്ല ബിസിനസ്സുകാരനായിരുന്നു, നല്ല ദീനിയായ കച്ചവടക്കാരനായിരുന്നു. പിന്നെ മക്കളും കച്ചവടക്കാരായി. ഇപ്പൊ ഈ ദീനിയായ കച്ചവടക്കാരനായ ഉപ്പ മോനും തമ്മിൽ തെറ്റെന്താ ചോദിച്ചാൽ, ഉപ്പ കഴിഞ്ഞ കാലത്തിന്റെ ബിസിനസ്സുകാരനാണ്, അത് ശരി തന്നെയാണ് ആ പറയണത്. മകൻ പുതിയ കാലത്തിന്റെ ബിസിനസ്സുകാരൻ, ബിസിനസിന്റെ തന്ത്രങ്ങളും മറ്റൊക്കെ മാറിയിട്ടുണ്ടാവും. മൂപ്പരെപ്പോഴും ആ പഴയ കാര്യത്തിലല്ല. അപ്പൊ ഇവന്റെ ഏർപ്പാടൊക്കെ കണ്ടാൽ മൂപ്പർക്ക് തോന്നും ഇത് ശരിയാവില്ല. അപ്പൊ അത് മൂപ്പർക്ക് അസ്വാസ്ഥ്യം. ആദ്യം കുറെ പറഞ്ഞ് പിന്നെ തെറ്റി, പിന്നെ മിണ്ടാതെ. അങ്ങനെ ഞാൻ ഇതിൽ ഇടപെട്ടു, ഇവരെ നന്നാക്കാൻ വേണ്ടി ഇടപെട്ടപ്പോ ഒരുപാട് കേട്ട് രണ്ടാളെ. ഒടുവിൽ വാപ്പ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, വാപ്പ പോക്കറ്റിൽ നിന്നൊരു പേഴ്സിനെടുത്തിട്ട് ഇങ്ങോട്ട് തുറന്ന് കാണിച്ചിട്ട് ഒരു ഫോട്ടോ കാണിച്ചിട്ട് കരഞ്ഞു. അപ്പൊ ഫോട്ടോ എന്താന്ന് വെച്ചാൽ, ഈ മോന് 3 വയസ്സാവുമ്പോഴത്തെ ഫോട്ടോ ആണ്. ഇവിടെ ഉപ്പ വരെയാണ്, ഞാനിപ്പോഴും ഈ പേഴ്സ് തുറന്നിട്ട് ഈ ഫോട്ടോക്ക് ഉമ്മ കൊടുക്കാറുണ്ട്. അപ്പൊ എനിക്കത് കേട്ടപ്പോൾ വല്ലാത്ത പൊറുതിയുടെ. ഞാൻ മകനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ലടാ എൻ്റെ ഉപ്പാനെ എനിക്കറിയൂ, ഇജ്ജ് എൻ്റെ ഉപ്പാൻ്റെ പേഴ്സ് കണ്ടുപോകും? ഇല്ല, കണ്ടിട്ടില്ല. ഉപ്പാൻ്റെ പേഴ്സുമ്പോൾ എനിക്ക് തൊടാൻ പറ്റുമോ? കണ്ടിട്ടില്ല. ആ പേഴ്സിൻ്റെ ഒരു ഭാഗത്തുള്ളത് എൻ്റെ ഫോട്ടോ ആണ്, 3 വയസ്സാവുമ്പത്തെ. അത് മൂപ്പരിപ്പോഴും എടുത്തിട്ട് ഉമ്മ കൊടുക്കാറുണ്ട് എന്നാ പറഞ്ഞു. ഹരിവൻ പറയണ്, അത് തന്നെയാണ് പ്രശ്നം.
ഞാനിപ്പോൾ എൻ്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു ഉമ്മ എനിക്ക് തന്നൂടെ? അതുകൊണ്ട് തന്നാൽ ഞങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നവും തീർന്നല്ലേ അമ്മേ? ഒരു പ്രശ്നമില്ലല്ലോ പിന്നെ ഞങ്ങൾ തമ്മിൽ. ഒരു സലാം പറഞ്ഞൊരു ഷെയ്ഖൻ്റെ നിന്റെ ഇപ്പം എനിക്കൊരു ഉമ്മ, ഇപ്പം എനിക്ക് ഉമ്മ തന്നത് എനിക്ക് ഓർമ്മയില്ലാന്ന്. എൻ്റെ ഉപ്പ എനിക്ക് ഉമ്മ തന്നത് എനിക്ക് ഓർമ്മയില്ല. എന്തിനാ നമ്മൾ അങ്ങനെയാകണത്? ഒക്കെ ഒന്ന് റിലാക്സ് ആകുക ജീവിതത്തിൽ. എല്ലാവരോടും നല്ല ബന്ധങ്ങൾ, അതാണ് ഇസ്ലാം. അൽ മുസ്ലിം അല്ലദീ യുഖാലിതു നാസ് വയസ്ബിറു അലാ അദാഹും ഖൈറും മിനല്ലദീ ലാ യുഖാലിതുഹും വലാ യസ്ബിറു അലാ അദാഹും. നല്ല മുസ്ലിം, നല്ല മുഅ്മിൻ ജനങ്ങളൊക്കെ ആയിട്ട് ഇടപഴകും, അവരിൽ നിന്ന് വരുന്ന പ്രയാസങ്ങൾ സഹിക്കും, ക്ഷമിക്കും. അവനാണ് ഉത്തമൻ. തീരെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാത്ത, അവരോടൊന്നും സഹവസിക്കാത്ത ആളെക്കാൾ കള്ളുകുടിയനോടും നിങ്ങൾക്ക് ബന്ധമുണ്ടായിക്കോട്ടെ, നിങ്ങൾ കുടിക്കണ്ട. അങ്ങാടിയിലും പട്ടണത്തിലുമൊക്കെ നാട്ടിലെ മനുഷ്യരോടൊക്കെ ചേർന്ന് നിൽക്കുക, അവരുടെയൊക്കെ ഉറ്റ സുഹൃത്താവുക. ജനങ്ങള് നമ്മളെ കാണുമ്പോൾ അടുക്കുന്നുവെങ്കിൽ അത് ഈമാന്റെ ലക്ഷണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ശർറന്നാസി മൻസിലത്തൻ ഇൻദല്ലാഹ് മൻ തറക്കഹുന്നാസ് ഇത്തികാ ശർരിഹി. കേൾക്കണം, നമ്മൾ ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാന്റെ അടുത്ത് ഏറ്റവും മോശപ്പെട്ട ആളുകൾ, അള്ളാന്റെ അടുത്ത് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ, ജനങ്ങൾ അയാളുടെ ഷെറ് ഭയന്നിട്ട് ഒഴിഞ്ഞു മാറും. ദാ സാഹിബ് വരുന്നുണ്ട്, നദിലങ്ങോട്ട് പോയിക്കോ. മുഖം തരാതെ ജനങ്ങൾ ഒഴിഞ്ഞു മാറും. മൂപ്പരെ കണ്ടാ പ്രശ്നമാണ് അറിയും. ഈ റംലാൻ മാസത്തിലെ റെസിറ്റ്യൂറ്റി കണ്ടിട്ടൊന്നുമല്ല കേട്ടോ, അതാ നട്ട കരുതണ്ട. അങ്ങനെ ചില ആൾക്കാരൊക്കെ ഒഴിഞ്ഞു മാറും, അത് സാരല്ല. ജനങ്ങൾ അയാളെ കണ്ടാൽ ഒഴിഞ്ഞു മാറുക. നിങ്ങൾ ജനങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ സഹവസിക്കുക. എല്ലാ മനുഷ്യരോടും, ജാതി മത ഭേദമന്യേ എല്ലാവരോടും. അതാണ് ഇസ്ലാമോഫോബിയയുടെ കാലത്തെ ഏറ്റവും മർമ്മ ചികിത്സ. അതാണ്, വേറെ വഴിയൊന്നുമില്ല. അൽഹംദുലില്ലാ, നമ്മളെ മലപ്പുറത്തെ പറ്റി ഒരു മേന്മ ഉണ്ടല്ലോ. ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളല്ലാത്ത ആളുകൾ പറയും അവരങ്ങനെയാണ്. അത്രയല്ല നമ്മൾ, ഐക്യം കുറെ അപ്പുറത്തെ നമ്മൾ. നമുക്ക് ഇസ്ലാം വരച്ച് കാണിച്ചു തന്ന വഴി അതിൻ്റെയൊക്കെ കുറെ മുകളിലാണ്. അങ്ങനെ വരുമ്പോൾ ഇസ്ലാമോഫോബിയക്കൊന്നും ഒരർത്ഥം ഉണ്ടാവില്ല. ഇപ്പൊ നിൽക്കട്ടെ, ഇന്നിപ്പോ ഇത്ര മദ്യം നിൽക്കുക. കാരുണ്യക്കടലായ പടച്ച തമ്പുരാൻ, എന്തേ ജുനൈദെ പോരെ? മോമനാണ് എന്നോട് മഗ്‌രിബ് വരെ വേണമെന്ന് പറഞ്ഞു. കാരുണ്യക്കടലായ പടച്ച തമ്പുരാൻ ഈ റമദാനിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പൂർണ്ണമായി നേടിയെടുക്കാൻ എനിക്ക്, നിങ്ങൾക്ക്, നമുക്കൊക്കെയും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ അതിലൊക്കെ കുറച്ച് നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് ഓർക്കണത് അതിലെ തമാശകൾ മാത്രമാവരുത്. ആ തമാശകളുടെ പിന്നിൽ നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കണം. നമ്മളായിട്ട് മുൻകൈ എടുക്കണം. ഞാൻ നിങ്ങളൊക്കെ ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു 60, 70, 80, 160 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് എനിക്കെന്തേലും കിട്ടണം. എന്താ കിട്ടേണ്ടത്? പടച്ചോൻ്റെ അടുത്ത് നിന്ന് കിട്ടണം. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇപ്പം തന്നെ എനിക്കുള്ള കിട്ടി, പക്ഷെ അത് പുഷ്ടിപ്പെടുക എപ്പോഴാന്ന് ചോദിച്ചാൽ വനക്കുത്തുമാ കദ്ദമു ആസാറഹു വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അവർക്ക് വേണ്ടി നമ്മൾ രേഖപ്പെടുത്തും അവരുടെ പ്രവർത്തനങ്ങൾ. ഇപ്പം എൻ്റെ പ്രവർത്തനം രേഖപ്പെടുത്തി. ആസാറഹും, അതുണ്ടാക്കുന്ന അനുരണനങ്ങൾ, അതുണ്ടാക്കുന്ന ഓളങ്ങൾ, അതുണ്ടാക്കുന്ന പ്രതികരണങ്ങൾ, അതൊക്കെ റബ്ബ് രേഖപ്പെടുത്തുന്നതാണ്. അപ്പം നന്മയിൽ നമ്മൾ മുന്നേറുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രാർത്ഥന നിരതരാവുക. റമദാനിൻ്റെ ഒടുവിലത്തെ ദിനരാത്രങ്ങൾ ശരിക്കും പ്രയോജനപ്പെടുത്തുക. നമ്മുടെ സങ്കടങ്ങൾ റബ്ബിൻ്റെ മുന്നിൽ പറയുക. നമ്മളെപ്പറ്റി പറയാനുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ അല്ലാഹുവിൽ എത്തിയവരുണ്ട്.
നമ്മളായിരുന്നു അവരുടെ എല്ലാം. അവര് പലതരം രോഗങ്ങളാൽ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ എല്ലാം സഹിച്ച് ചികിത്സിക്കാൻ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. അവർക്കാവശ്യമായ പരിചരണങ്ങൾ നമ്മൾ കൊടുത്തിരുന്നു. അങ്ങനെയുള്ള മക്കൾ റബ്ബിനോട് പറയാ, പടച്ചോനെ, നിന്റെ ഉപ്പ എൻ്റെ ഉമ്മ എന്നോടൊപ്പമില്ല, നീ തന്നെ നോക്കണം റബ്ബെ അവരെ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആകാശങ്ങളുടെ കവാടങ്ങളെ മുട്ടിത്തുറക്കും, റബ്ബിൻ്റെ അടുത്തെത്തും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നമ്മളെയൊക്കെ പടച്ച തമ്പുരാൻ അവനിഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളിൽ, സ്വാലിഹാത്തുകളിൽ, അവൻ്റെ നല്ലവരായ ദാസന്മാരിൽ, ദാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി മരിക്കാൻ, അള്ളാഹുവിനെ സംതൃപ്തിയോടുകൂടി കണ്ടുമുട്ടാൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് കാണാൻ, റസൂലുള്ളാഹിനോട് സലാം പറയാൻ, റസൂലിന് സെക്കൻഡ് കൊടുക്കാൻ, റസൂലിന് ആലിംഗനം ചെയ്യാൻ, റസൂലിൻ്റെ അയൽപക്കത്ത് വീട് ലഭിക്കുന്നവരിൽ അല്ലാഹുവേ പാവങ്ങളായ ഞങ്ങളെ, പോരായ്മകളേറെയുള്ള ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ വീഴ്ചകളെ നന്നാക്കാൻ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പരിശ്രമിക്കും. ആ പരിശ്രമങ്ങളെ നീ വിജയിപ്പിച്ചു തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ നന്മകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സയ്യിആത്തുകളെ, കുറ്റങ്ങൾ, കുറവുകൾ, വീഴ്ചകൾ, അവയെ ഇനി സൽക്കർമ്മങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കി തീർക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പേരമക്കൾ, കുഞ്ഞുമക്കൾ, അവർ വളർന്നു വരുന്ന ലോകം വല്ലാത്തൊരു ലോകമാണ്. അല്ലാഹുവേ, അവരെ നീ കാക്കണേ തമ്പുരാനെ. നിന്റെ ദീനിൻ്റെ മാർഗത്തിലെ പ്രബോധകരും പ്രവർത്തകരുമാക്കി അവരെ നീ വളർത്തണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുമ്മ റബ്ബനാ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ അജിർനാ മിനൻ നാർ. اللهم ربنا تقبل منا صيامنا وصلاتنا وصدقاتنا وسائر أعمالنا يا رب العالمين. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم اجمعنا في جناتك النعيم. اللهم اجمعنا في جنات الفردوس. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.